നമ്മുടെ ഇന്നത്തെ യോഗ നടത്തിപ്പിനായി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് വരിക്കോലിത്തറയുടെ പ്രിയപുത്രൻ ഇന്റർനാഷണലി അക്ലെയിംഡ് ഡോക്ടർ എ സൺ ഓഫ് ഇന്ത്യ ഡോക്ടർ സജി ഫിലിപ്പിനെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനകൾ നടത്തുന്നതിലേക്കായി സൂരജ് എത്തിയിട്ടുണ്ട്. സൂരജ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇടവനി അച്ഛൻ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയരെ, ഇന്ന് ഈ യോഗത്തിൻ്റെ ഔദ്യോഗിക ഇനാഗുറേഷൻ നടത്തുന്നതിനായി നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു പ്രമുഖ വ്യക്തി എത്തിയിട്ടുണ്ട്. അദ്ദേഹവും മോശക്കാരനല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്റർനാഷണലി ഫെയിംഡ് our friend and brother Sri E.P. Johnson, former President, Indian Association, Sharjah, another son of India. May I please welcome him onto the stage. ഇന്ന് നമ്മൾക്ക് ദൂത് നൽകുന്നത് വെരി റവറൻറ്റ് ബസലേൽ റംബാച്ചനാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. എത്തുമ്പോൾ നേരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും. അദ്ദേഹം 11 മണിക്ക് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെയും ഔപചാരികമായി വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇതോടുകൂടി യോഗം ആരംഭിക്കുന്നത് പ്രാർത്ഥനാ ഗാനത്തോടെയാണ്. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നവരെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നയോളം തുണച്ചോനെ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുന്നു. എല്ലാവർക്കും ഭക്തിസൂചകമായി
മനോഹര ഗാനം ആലപിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി. ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി റവറൻ ഫാദർ സൂരജ് മത്തായി അവരെ ക്ഷണിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കൂടിയിരിക്കുന്ന പ്രത്യേകമായിട്ട് എല്ലാവരെയും കുടുംബമായിട്ട് ഈ സമയത്ത് സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ നയിക്കുന്നവരെ പ്രത്യേകമായിട്ട് നീ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നമ്മൾ ഓരോരുത്തരും കുടുംബമായിട്ടാണല്ലോ ദൈവമേ ഈ കുടുംബസംഗമത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഉത്തമമായ ബലവും കൃപയും നൽകി ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളൊക്കെയും ഓരോ തരത്തിൽ ഓരോ ജോലിയിലൊക്കെയും പ്രവേശിച്ചിരിക്കുന്നവരാണല്ലോ. ആ ജോലിയിലൊക്കെയും ഏറെ സന്തോഷിപ്പാനും അഭിവൃദ്ധിപ്പെടുവാനും ഒക്കെയും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പുതിയ തലമുറ ജോലിയിലൊക്കെയും പ്രവേശിപ്പാനൊക്കെയും ദൈവമേ നീ അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളെ നീ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. അതുപോലെ ഇതങ്ങളെയൊക്കെയും ദൈവമേ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എല്ലാ ദുരിതങ്ങളും വേദനകളും പ്രയാസവും ഒക്കെയുമായിട്ട് കടന്നു വരുമ്പോൾ ഈ കുടുംബം മൊത്തമായി ദൈവമേ അവരുടെ വേദനകളൊക്കെയും ഇറങ്ങി ചെല്ലുവാതൊക്കെയുണ്ട്. ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും നീ അവിടെ വിളിക്കണമേ. വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവർ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞങ്ങൾ ക്ഷയിച്ചു പോകുന്ന ഞങ്ങളുടെ പുറമെയുള്ളതിനെ ഞങ്ങളുടെ അകം കൊണ്ട് ശുദ്ധീകരിപ്പാൻ വണ്ണം അത്തരത്തിൽ പുതുക്കം പ്രാപിപ്പാനൊക്കെയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങളൊക്കെയും കൊണ്ട് പുതുക്കം പ്രാപിച്ച് പുറമെയുള്ളതിനെ ഏറെ ഭംഗിയാവണ്ണം നയിക്കുവാനൊക്കെയും ദൈവം ഞങ്ങൾ ഇടയാക്കണമേ. ഒരിക്കൽ കൊണ്ട് ഞങ്ങൾ എല്ലാവരും തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഈ കുടുംബയോഗം ഓരോ വർഷവും ചെല്ലുന്നവരും പരസ്പരം സ്നേഹിപ്പാനും പരസ്പരം ബഹുമാനിപ്പാനും തക്കതിന് വണ്ണം ഒക്കെ ആയി തീരുവാൻ ദൈവം ഇടയാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ഇപ്പോൾ ബൈബിൾ റീഡിങ്ങിനായി ശ്രീമതി റേനി സജി ക്ഷണിക്കുന്നു. 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണ്ണിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ വീഴും നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ നീ നിന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരുടെ കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണ്ണിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിളിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ഇതോടെ സംഗീതത്തിലെ ഇന്ന് ആശംസ പ്രസംഗം നടത്തുന്ന റവറൻ ഫാദർ വർഗീസ് അടവന എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ സ്വാഗത പ്രസംഗം നടത്തുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് VKVയുടെ വൈസ് പ്രസിഡന്റായ മിസ്റ്റർ ബിജി സക്കറിയയാണ്. ബിജി സക്കറിയയെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കുടുംബയോഗത്തിൻ്റെ 19ാമത് വാർഷിക യോഗത്തിന് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്.
കഴിഞ്ഞ 19 വർഷക്കാലമായി നമ്മളുടെ കുടുംബയോഗം ദൈവകൃപയാൽ പിന്നെ നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇത്രയും ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാവുന്ന പല കുടുംബയോഗങ്ങളും ആരംഭിച്ച പ്രാരംഭ ദശയിൽ തന്നെ അത് നിന്നു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തുടർന്ന് നടത്താൻ ആൾക്കാർ താല്പര്യം കാണിക്കാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും വരിക്കോൽത്തറ എന്ന ഈ വലിയ കുടുംബം, അതിൻ്റെ ഈ വാർഷിക കൂട്ടായ്മ കഴിഞ്ഞ 19 വർഷക്കാലം ചില സമയത്ത് ആൾക്കാരുടെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കോവിഡിൻ്റെ സമയം ഒഴിച്ച് നമുക്ക് തുടർച്ചയായിട്ട് നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യവും നമ്മളുടെ കൂട്ടായ്മയുടെ ഒരു പ്രതിഫലവും. തുടർന്നും ഈ ഐക്യതയിലും സ്നേഹത്തിലും തുടർന്നും നമുക്ക് പോകണം. നമ്മളുടെ ഭാവി തലമുറയും തുടർന്നും ഇതുപോലെ തങ്ങളെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും ഒക്കെ പരസ്പരം കാണുകയും അറിയുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ഈ വേദി നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ വീണ്ടും ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുവാൻ മുഖാന്തരമാകുന്ന ഈ സന്ദർഭങ്ങൾ ഒരിക്കലും കൈമോശം വരാതെ സൂക്ഷിക്കാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുകയും അവരെ അതിനുവേണ്ടി തയ്യാറാക്കുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യം പ്രാരംഭത്തിൽ ഞാൻ പറയുക. ദൈവകൃപയുടെ വലിയൊരു അടിസ്ഥാനത്തിലാണ് വരിക്കോൽത്തറ കുടുംബം നിൽക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ ഒരുക്കുമ്പോൾ കടന്നു വന്ന പ്രദേശത്ത് അവരുടെ അധ്വാനം അവരുടെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല, ആത്മീയമായ ഉണർവിന് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആ കാലയളവിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ആത്മീയമായ ഒരു പൈതൃകവും കൂടി നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവം നമ്മളുടെ ദൈവമെന്ന് നമ്മൾ പറയുന്ന ആ ഒരു വിശ്വാസം നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ പകർന്നു കൊടുത്ത് അവരും നാളെ എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മാതാവിൻ്റെ ദൈവമാണ് എൻ്റെയും ദൈവം എന്ന് പറഞ്ഞ് സമൂഹത്തിൽ തങ്ങളുടെ സാക്ഷ്യം നിർവഹിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് വരിക്കോൽത്തറയിൽ കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റായി തൻ്റെ കർത്തവ്യം ഭംഗിയേറ്റം നിർവഹിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ സജി ഫിലിപ്പാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും സമീപനവും എല്ലാവരെയും വളരെ ആകർഷിക്കുന്ന തരത്തിലായതുകൊണ്ട് കൂടിയാണ് നമ്മൾക്ക് ഈ യോഗങ്ങൾ വളരെ ഭംഗിയായിട്ട് തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വരുത്തുന്ന ആ മനോഭാവത്തിനും ആ താല്പര്യത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഡോക്ടർ സജി ഫിലിപ്പിനെ സ്വാഗതം ചെയ്യും. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നത് അത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെന്ന് പോലും പറയാൻ പാടില്ല, കാര്യം നമ്മളുടെ കുടുംബാംഗം തന്നെയാണ്. എങ്കിലും ഔദ്യോഗികതയുടെ പേരിൽ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ക്ഷണിക്കേണ്ടതാകും. ഗൾഫ് പ്രദേശങ്ങളിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം സാമൂഹിക കാര്യങ്ങളിലും ആഴത്തിലിടപെട്ട് പ്രത്യേക മുഖമുദ്ര തന്നെ പതിപ്പിച്ച വ്യക്തിയാണ്
ബഹുമാന്യനായ ശ്രീ EP ജോൺസൺ, ഷാർജയുടെ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൈത്താങ്ങാകുവാൻ തൻ്റെ ജീവിതത്തിൽ അനേക അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. നമ്മുടെ വലിയ കുടുംബയോഗത്തിൻ്റെ ഒരു വ്യക്തി അങ്ങനെ അനേകം പ്രയോജനപ്പെടുന്ന, അനേക ജീവിതങ്ങളെ മെച്ചപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഉടമയാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ വലിയ കുടുംബയോഗത്തിൻ്റെ അഭിമാനം മാനോളം ഉയരുകയാണ്. അങ്ങനെയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ EP ജോൺസൺ, അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ ഭാഗം തന്നെയാണ് എങ്കിലും ഔദ്യോഗികതയുടെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെ നാമത്തിൽ ഞാൻ ശ്രീ EP ജോൺസനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് മുഖ്യ സന്ദേശം നൽകാനായിട്ട് നാം ക്ഷണിച്ചിരിക്കുന്നത് ഏറ്റവും ബഹുമാന്യനും വന്ദന്യമായ റവറൻ ബസലേൽ ബ്രഹ്മാനച്ചനെയാണ്. അദ്ദേഹം കടന്നു വന്നിട്ടില്ല, എങ്കിലും ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തെ കടന്നു വന്നതിന് ശേഷം പ്രത്യേകമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ വളരെ വിനയത്തിനും നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ആശംസ അറിയിക്കാനായിട്ട് രണ്ട് മാന്യവ്യക്തികൾ ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ഇടവന അച്ഛനാണ്. അച്ഛനെയും പറഞ്ഞതുപോലെ സ്വാഗതം ചെയ്യേണ്ടുന്ന കാര്യമുള്ളതല്ല, എങ്കിലും നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പരമനായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഇടവനച്ഛനെ ഔദ്യോഗികരുടെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെ നാമത്തിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ ആശംസ അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ശാന്തവിലെ നമ്മുടെ പ്രിയപ്പെട്ട രാജൻ എത്തിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കണ്ണൂരിൻ്റെ സോറി ആ ഭാഗത്ത് വീട്ടായി പോയി കേട്ടോ, അതുകൊണ്ട് കണ്ണിപ്പെടാനാണ് വെരി സോറി. രാജാൻ കടന്നു വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ രാജാനെ നമ്മളുടെ ഈ യോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ചത് ബഹുമാന്യനായ സൂരജ് മത്തായി അച്ഛനാണ്. അച്ഛൻ പ്രാരംഭ പ്രാർത്ഥന നടത്തി ഈ യോഗത്തെ അനുഗ്രഹിച്ചു. അച്ഛനെയും നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഈ യോഗത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനത് വിട്ടുപോയതല്ല, അത് അതിനുശേഷം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പിന്നെ വിവിധമായ കാര്യപരിപാടികളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. വിവിധമായ പ്രോഗ്രാമുകളുണ്ടല്ലോ, അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന കുടുംബത്തിൽ കുടുംബാംഗങ്ങളായ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും താല്പര്യത്തിനും നന്ദി പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാക്കുകൾ നടത്തുന്നു. നമ്മുടെ അധ്യക്ഷൻ വരിക്കോലത്തറയുടെ മത്സരപുത്രൻ ഡോക്ടർ സജി ഫിലിപ്പ് ആണല്ലോ ഇന്ന് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ സജി ഫിലിപ്പിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 98 സങ്കീർത്തനം 11-12 നമ്മുടെ
വായിച്ചതുപോലെ നീതിമാന്മാരുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം തന്നെ ദൂതന്മാരെ കൽപ്പിച്ച ചാർജ് ഓവർ ദി ഏഞ്ചൽസ് ടു പ്രൊട്ടക്ട് ഹിസ് ചിൽഡ്രൻ. യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ച് വേണം യാത്ര ചെയ്യുവാൻ. ദൈവം ഇത്രത്തോളം നമ്മളെ വഴി നടത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 19 വർഷം ദൈവം നമ്മളെ നടത്തിയാൽ പ്രിയ വൈസ് പ്രസിഡന്റ് വിജയ് സക്രി ഓർപ്പിച്ചതുപോലെ പല കുടുംബ യോഗങ്ങളും നിർവീര്യമായി പോയി, ഒരിഞ്ഞുപോയി. പക്ഷെ തെക്കൊത്തറ കുടുംബയോഗം ഇന്ന് നടക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തലനാട്ട് ഫാമിലി ഒറിജിനേറ്റഡ് ഫ്രം ശങ്കരത്തിൽ കുടുംബമാണെന്ന് നിങ്ങൾക്കറിയാം. ശങ്കരത്തിൽ 9 ഇല്ലമുണ്ട്. അതിലൊരു ഇല്ലമാണ് തലനാട്ട് കുടുംബം. അവിടെ നിന്ന് ഇട്ടിപ്പണിക്കർ ഈ വരിക്കൊൽത്തറ തറയിൽ വന്ന് താമസിച്ച് ഉണ്ണുണി ആശാൻ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ, അതുപോലെ തന്നെ ഡാനിയൽ പണിക്കർ പച്ച, ഇവർ രണ്ടുപേരിൽ നിന്നാണ് ഈ വരിക്കൊൽത്തറ കുടുംബം ഉണ്ടായിരിക്കുന്നത്. ദൈവം എത്രത്തോളം നമ്മളെ ഭംഗിയായി വഴി നടത്തുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി ക്ഷണം സ്വീകരിച്ചു വന്ന വേദിയിലും സദസ്സിലും ശ്രേഷ്ഠ വൈദികർ, വരിക്കൊൽത്തറ കുടുംബാംഗങ്ങൾ, ഇത് ഭംഗിയായി നടത്തി പോകുന്നതിനായി നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന സഹകരണത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം 20 വർഷം ഇത് പൂർത്തീകരിക്കുകയാണ്. അത് നമ്മുടെ ആരുടെയും കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. നമ്മുടെ ഭവനങ്ങളിൽ പലരും ഇന്ന് രോഗശൈലിയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ഏറിയ നാളുകളിൽ വരിക്കൊൽത്തറ കുടുംബത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിരുന്ന പ്രിയ തമ്പാൻ സക്രിയുടെ മകൻ ബോബൻ സക്രിയ ഡയബറ്റീസിൻ്റെ പ്രയാസത്താൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ മെഡിക്കൽ ഐസിയുവിലാണ്. നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അദ്ദേഹത്തിന് ഒരു പ്ലാസ്റ്റിക് സർജറി വേണ്ടി വരും, കാലിലെ മുറിവ് ഉണങ്ങുവാൻ. അതുപോലെ തന്നെ നമ്മുടെ ഇടപ്പള്ളിയിലെ മോനച്ചാനും അവരും വാർദ്ധക്യത്തിൽ പ്രയാസത്തിലാണ്. അമ്മച്ചി അവിടെ ലൂർദ് ഹോസ്പിറ്റലിൽ, നിങ്ങൾക്കറിയാം, പ്രിയ അമ്മച്ചി പേസ് മേക്കർ വെച്ചിരിക്കുന്ന അമ്മച്ചിയാണ്. ഈയിടെ തലയത്തിൽ പ്രയാസമായിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. ഇങ്ങനെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരും രോഗശൈലിയിലായിരിക്കുന്നവരുമുണ്ട്. നമ്മൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരുമരപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൗഖ്യത്തിൻ്റെ കരമയക്കും. അവൻ തൻ്റെ വചനം അയച്ചാൽ ദൈവം സൗഖ്യമാക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം മുന്നോട്ട് പോയതുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വരുവാനുള്ള പല മെമ്പേഴ്സ് ഇനി കടന്നു വരുവാനുണ്ട്. പലരെയും നേരിട്ടും ഭവനങ്ങളിൽ സന്ദർശിച്ചു. ഇന്നലെയും ഞാൻ ചില ഭവനങ്ങൾ സന്ദർശിച്ച് ഇൻവൈറ്റ് ചെയ്യുകയുണ്ടായി. എല്ലാവരും ഒരുപോലെ സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത് ഭംഗിയായി കടന്നു കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഭവനങ്ങളിൽ പല അപ്രതീക്ഷിതമായ വിയോഗങ്ങൾ ഉണ്ടായി. നിത്യതയിലായിരിക്കുന്നു അവരൊക്കെയും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മനുഷ്യനാൽ ആശ്വസിപ്പിക്കുവാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവിനാൽ അവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ രാജാൻ കടന്നു വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് തുടങ്ങി വെച്ച 2 അപ്പച്ചന്മാരുടെ മക്കളാണ്. ഒന്ന് തറയിലെ വനപാപൻ്റെ മകൻ അനീച്ചാന് യുഎസിലായിരിക്കുന്നു. അതുപോലെ ശാന്തോലെ പ്രിയ രാജാന്, ഇവർ രണ്ടുപേരും ഈ വരിക്കൊൽത്തറ കുടുംബയോഗം തുടങ്ങി വെച്ചതിൽ ഞങ്ങൾക്ക് ഇന്നും യഥാർത്ഥതയുണ്ട്, നന്ദിയുണ്ട്. അതിനുശേഷം നമ്മുടെ തമ്പാൻ സെക്രട്ടറി ആയിരുന്നു പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചത്. അതിനുശേഷം അതിൻ്റെ ചുമതല എൻ്റെ തലയിൽ വന്നു. ഇനി ദൈവം അനുഭവിച്ചാൽ ഇതിൽ എൽഡേഴ്സിനെ തന്നെ പ്രസിഡൻ്റ് ആക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം.
ദൈവം അതിനുള്ള കൃപ നിങ്ങളെ ചെയ്യട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചരിത്രപരവും വികാരപരവുമായ കാര്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് നടത്തിയ ശ്രമത്തിന് യോഗം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഗാനം കേൾക്കാം. ആരംഭിക്കുന്നത് അബിഗയിൽ സൈറ എബ്രഹാം. Everyone needs compassion, the kindness of the Savior. Let mercy fall on me. Everyone needs forgiveness, the kindness of the Savior, the hope of nation. Savior, He can move the mountains. My God is mighty to save. He is mighty to save. Forever, author of salvation. He rose and conquered the grave. Jesus conquered the grave. So take me as you find me, all my fears abandon. So fill my life again. You give my life to follow, and everything I believe in. Now I surrender. Savior, He can move the mountains. My God is mighty to save. He is mighty to save. Forever, author of salvation. He rose and conquered the grave. Jesus conquered the grave. Shine a light and let the whole world see. We're singing for the glory of the risen King. Jesus, Savior, He can move the mountains. My God is mighty to save. He is mighty to save. Forever, author of salvation. He rose and conquered the grave. Jesus conquered